ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ തൈബ ഹെറിറ്റേജ് മ്യൂസിയത്തിലുള്ളത് മസാഫിക്കടുത്ത് ഫുജേറയുടെ ഭാഗമാണിത്. നമ്മളൊരു മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നൊരു കാഴ്ചകളൊന്നും അല്ല നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. നമുക്കൊരു 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പേസ്, ഒരുപാട് തണലുള്ള മസാഫിയുടെ കുന്നും മലയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കുന്നും മലയുടെയൊക്കെ ഷേപ്പിൽ പല തട്ടുകളിലായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം. നമുക്കൊരു ചെറിയൊരു റൗണ്ട് എടുക്കാം. ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു കിളികളുടെ ശബ്ദവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു താഴ്വരയിൽ ഒരു മസാഫിയുടെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു പ്രൈവറ്റ് മ്യൂസിയം. അപ്പോൾ നമുക്ക് ഈ ഒരു തൈബ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കാണാം. ചരിത്രത്തെയും പൈതൃകത്തെയും ഓർമ്മകളിൽ നിന്നും മറഞ്ഞു പോകാതെ സൂക്ഷിച്ചു വെച്ച ഇടം, അതാണ് തൈബ ഹെറിറ്റേജ് മ്യൂസിയം. മസാഫിയിലെ ഒരു ചരിഞ്ഞ കുന്നിൻ ചെരുവിൽ അഹമ്മദ് അലി ബിൻ ദാവൂദ് അൽ അബ്ദൂലി എന്ന സ്വദേശി പൗരൻ്റെ തണൽ വിരിച്ച ഒരു ഫാം പൈതൃകങ്ങളുടെ വൈവിധ്യമാർന്ന ഓർമ്മശേഖരങ്ങൾ ചേർത്തുവെച്ച് മനോഹരമായ ഒരു ഹെറിറ്റേജ് മ്യൂസിയമായി മാറുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയുന്നതല്ല ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ. ഇമാറാത്തിൻ്റെ സമ്പന്നമായ നാഗരികതയുടെ ശേഷിപ്പുകൾ ശ്രദ്ധാപൂർവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മ്യൂസിയമായിട്ട് നമുക്ക് തോന്നില്ല. എല്ലാത്തരം വിഭവങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാത്രങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ആവട്ടെ, നാണയങ്ങളാവട്ടെ, നമ്മൾ കണ്ട ടിവികളും റേഡിയോകളും, അങ്ങനെ എല്ലാവിധ സാധനങ്ങളുടെയും ഓരോ തലമുറകളും അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം അതിൽ ഏറ്റവും എക്സ്ട്രീമായിട്ട് നമുക്ക് തോന്നുന്നു വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ പല ഘട്ടങ്ങൾ വരെയും അവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് കൗതുകമായിരിക്കില്ല, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വരുന്ന ആളുകൾക്ക് അതും ഒരു കൗതുകമായിരിക്കും. അപ്പോൾ നല്ലൊരു വിഷനുള്ള ഒരു ആളാണ് ഈ മ്യൂസിയത്തിലെ ആ ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറബ് ജനതയുടെ ജീവിത രീതിയെ മനസ്സിലാക്കി തരുന്ന ജീവിതോപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി ഈ അടുത്ത കാലത്ത് മാത്രം കാഴ്ചയിൽ നിന്ന് മറഞ്ഞ പുതിയ കാലത്തെ കൂടി കോർത്തിണക്കിയിട്ടുണ്ട് ഇവിടെ. പുരാതന അറബ് ജനതയുടെ വസ്ത്രങ്ങൾ, വനിതകളുടെ ആഭരണങ്ങൾ, നാണയശേഖരങ്ങൾ, പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ആയുധങ്ങൾ, സംഗീതോപകരണങ്ങൾ, കൃഷിപ്പണിക്കുള്ള ഉപകരണങ്ങൾ, തുന്നൽ ഉപകരണങ്ങൾ, കടൽ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഒക്കെ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പഴയകാലത്തെ കിടപ്പുമുറികൾ, മജ്ലിസുകൾ, അടുക്കള ഒക്കെ പഴമയുടെ മനോഹാരിതയോടുകൂടി പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഈ കാഴ്ചകൾ പഴയ കാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മരത്തിൻ്റെ ചില്ലകൾ കൊണ്ടാണ് അതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള കാഴ്ച. പഴയ കാലത്തുള്ള ഒരു അടുക്കളയാണ്. ദൂരെ നോക്കിയപ്പോൾ നല്ല തീ കത്തുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. ദേ, ശരിക്കും തീ കത്തല്ല, തീ കത്തുന്നത് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഏതായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ എന്തോ ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ട് വന്ന് നോക്കിയതാണ്. അത് ഒരു പഴയ കിണറിൻ്റെ കഥ പറയുന്നതാണ്.
I was famous in the past because all the people and visitors drink water from this tuvi. It's cold in summer and hot in winter. It was pure. It's named Satha because of many trees in this farm. അപ്പോൾ അതാണ് സംഭവം. നല്ലൊരു റെസ്റ്റ് ഏരിയ. ശരിക്കും നല്ല രസമുണ്ട്. നല്ല ഇവിടെ താഴേക്ക് പോയാൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഒരു തയ്യാറാക്കിയിട്ടുണ്ട്. താഴേക്ക് നമുക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങിയാൽ അയ്യവ നല്ല രസമുണ്ട്. കോൺക്രീറ്റിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ നല്ലൊരു തടിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് തടിയുടെ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇത്ര ഉയരത്തിൽ നിന്നാണ് പല തട്ടുകളായിട്ട് കിടക്കുന്ന ഒരു തോട്ടമാണിത്. ശരിക്കും ഒരു മ്യൂസിയം മാത്രമല്ല, അങ്ങനെ ഒരു ചെറിയ മ്യൂസിയം അല്ല, അതൊരു ഫാം. അതിനുള്ളിൽ സ്റ്റേക്കുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ മ്യൂസിയം ഇത് ചെറിയ ചെറിയ ഫാമിങ്ങിൻ്റെ ഏരിയ ആണ്. നമ്മൾ നേരത്തെ കൂടിൽ കോഴിയെ കണ്ടു. ഇവിടെ താറാവുണ്ട്. താറാവിനെല്ലാം കൂട്ടിലിട്ട് വളർത്താണ്, പുറത്തേക്ക് തുറന്നു വിടില്ല. ഇതെന്തിൻ്റെ കൂടെ? ഇതൊരു കാലിക്കോട്. എവിടെ എവിടെ? അപ്പുറത്ത് തോട്ടമാണ്. ഫസ്റ്റ് കൂട്ടില് ഗിനിക്കോഴി. എവിടെ? ഗിനിക്കോഴിയും പൂവൻ കോഴിയോ? എവിടെ? ഗിനിക്കോഴി, പൂവൻ കോഴി, പെടക്കോഴി ഒക്കെ ഉണ്ട്. അത് കണ്ടില്ല? പെടക്കോഴി ഉണ്ട് അതിനകത്ത്. വീണ്ടും വാഴകൾ. നല്ല രസമുള്ള സ്ഥലമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ശരിക്കും ഒരു ഫാമാണ്. ഒരു ഫാം സ്റ്റേക്കൊക്കെ പറ്റിയതുപോലത്തെ നല്ല തണലും നല്ല ഫീലുള്ള ഒരു കൃഷിത്തോട്ടാണ്. അതിൽ ഇവർ 1-2 റൂമുകളിലായിട്ട് നമുക്കായിട്ട് കുറച്ച് കാഴ്ചകളും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് കണ്ട് അറിയാം, പ്രയോജനപ്പെടുത്താം. ഈ ഒരു ഫാമിൻ്റെ ഫീലും സുഖവും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ഞങ്ങളിത് വെറും ഒരു മ്യൂസിയം അല്ല എന്ന് പറയാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ, മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ പലർക്കും വന്ന് കാണാനൊരു മടി ഉണ്ടാവും. ആ മടി പ്രതീക്ഷിച്ച് മടിച്ച് മാറി നിൽക്കുന്നവർക്ക് ഈ കാഴ്ചകളൊക്കെ നഷ്ടമായിരിക്കും. ഏതായാലും വന്ന് നന്നായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ഒരു ഫാം കം മ്യൂസിയം. ഒരു മ്യൂസിയം കണ്ടിറങ്ങുമ്പോൾ തോന്നാറുള്ള വിരസതകൾ ഏതുമില്ലാതെ, എന്നാൽ അറബ് ജനതയുടെ പൈതൃകത്തിലേക്ക് ഹൃദയത്തെ ചേർത്തുവെച്ച് കുളിർമയുള്ള മനസ്സുമായി നടന്നു തീർക്കാവുന്ന തണൽ വഴികളാണ് ഈ മ്യൂസിയത്തിലാകെയും. കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോഴും ഇനിയും എന്തോ കാണാൻ വിട്ടുപോയി എന്ന് തോന്നിക്കുന്ന അത്ര സമൃദ്ധമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പുതിയ വികസനങ്ങൾ ഇനിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏറെ സമൃദ്ധമായ കാഴ്ചകൾക്കായി ഇനിയും ഇവിടം ഒരുങ്ങുകയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ മ്യൂസിയത്തിൽ വരുന്നതിന് ശരിക്കും ഫീസൊന്നുമില്ല. അവിടെ ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഈ മ്യൂസിയം ഡെവലപ്മെൻറ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ നിന്ന് ഫീസൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഈ ഒരു ഫാമും ഒരു മ്യൂസിയവും, ഹെറിറ്റേജ് മ്യൂസിയം, ഫാം, അതിലെ കുറേ കാഴ്ചകൾ ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലൊരു ഡ്രൈവ്, അത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഡ്രൈവ്, നല്ലൊരു ഡ്രൈവ്, ഒരു നല്ല സ്ഥലം, കുഞ്ഞു സ്ഥലം. പിന്നെ ഈ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ, ഈ ഒരു ഹെറിറ്റേജ് മ്യൂസിയം മാത്രമല്ല, ഇത് ശരിക്കും ഒരു ഉൾനാടൻ ഗ്രാമം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്തേക്ക് കുറേ റോഡുകളൊക്കെ അകത്തേക്ക് പോകുന്ന റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതുവഴിയൊക്കെ പോയി നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. മൊത്തത്തിലൊരു നല്ല സ്ഥലം, ഒരു നല്ല യാത്ര, ഒരു നല്ല കാഴ്ചകൾ. അപ്പോൾ വീണ്ടും പറയുന്നു, മ്യൂസിയമാണെന്ന് കരുതിയിട്ട് വരാതിരിക്കേണ്ട. ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ചിലവഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വരിക. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ല. പറഞ്ഞില്ല, മനസ്സിലായി.
അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാം.